ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാനുള്ളത് എൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. അതെ, ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിച്ചു. ഈ മെയ് 28-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ ഹൗസ് വാമിങ്. അപ്പോൾ അതിൻ്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് കുറച്ച് താമസിച്ചത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ വീടിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളും എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കയറി നമുക്കിതിൻ്റെ ബാക്കി ഇൻറ്റീരിയൽ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജാണ് ഇപ്പോൾ ഈ കാണുന്നത്. മഴക്കാറൊക്കെ കയറിയിരിക്കുന്നത് കാരണം ചെറിയൊരു ഇരുളിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ. ഇതിൽ നമ്മൾ വെനീർ ഒട്ടിച്ച് നമ്മുടെ ടേക്ക്വുഡിൻ്റെ പോളിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മളൊരു ഗ്രൂവിൻ്റെ മോഡൽ, നമ്മളൊരു വുഡൻ പാനലിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ സിറ്റ് ഔട്ടിൽ മുകളിൽ നമ്മൾ സീലിംഗ് ലൈറ്റും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതും ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ വരത്തക്ക രീതിയിൽ പ്രൊഫൈൽ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹാളാണ്. ഇവിടെ ഹാളും ലിവിങ് ഹാളും തമ്മിലുള്ളൊരു പാർട്ടീഷൻ ഉണ്ട്, പക്ഷേ അത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല തിരക്ക് കാരണം. ഇതിന് മുകളിൽ നമ്മൾ ജിപ്സത്തിൻ്റെ സീലിംഗ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രൊഫൈൽ വർക്കും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന മെത്തേഡിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കബോർഡ് വർക്കാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കാരണം സ്വന്തം വീട്ടിലെല്ലാം എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത നമുക്ക് കാണിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു രീതി നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് വിത്തൗട്ട് ഹാൻഡിൽ ഡോർസ്, അതായത് കബോർഡിൻ്റെ ഡോറിനും കാര്യങ്ങൾക്കും ഒന്നും ഹാൻഡിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തുറക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് കാണണ്ടേ. ഇതിന് മുകളിലൂടെ നമ്മളൊരു ഗ്യാപ്പ് അതിന് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു 3/4 ഇഞ്ച് നമുക്ക് ഒരു ഫ്രണ്ട് സ്പേസ് വരത്തക്ക രീതിയിലാണ് നമ്മൾ ആ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് യഥേഷ്ടം കൈ കയറ്റി നമുക്കത് തുറക്കാനും അത് അടക്കാനും എല്ലാം നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോർണറാണ്. സാധാരണ കോർണർ റെഡിമെയ്ഡായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ അതിന് നല്ല രീതിയിലുള്ള റേറ്റും കാര്യങ്ങളും എല്ലാം വരാറുണ്ട്. ഇവിടെ നമ്മൾ മാനുവലായിട്ട് തന്നെയാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡോറ് നമുക്കിത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതിനകത്ത് നിന്ന് അതിൻ്റെ ക്യാബിൻ നമുക്ക് പുറത്തേക്ക് വലിച്ച് അതൊരു സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് മാറ്റാം. അപ്പോൾ അതിലൂടെ നമുക്ക് ആ കോർണറിലിരിക്കുന്ന ഐറ്റംസ് വരെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ നേരത്ത് ഇതിനൊരു നല്ലൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കുകളും കാര്യങ്ങളും എല്ലാം മുമ്പത്തെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.